ഭഗവാൻ ശ്രീ ആദിശങ്കരാചാര്യർ രചിച്ച നിർവാണ മഞ്ജരി എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. നിർവാണമാണ് മോക്ഷം. പൂർണ്ണമായ ദുഃഖമോചനമാണ് മോക്ഷം. കേവല ആനന്ദ സ്വരൂപമായ ബോധത്തിൽ ജഡദൃശ്യങ്ങളെ ആരോപിച്ച് അനുഭവിക്കുന്നതാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഞാൻ ശുദ്ധബോധമാണെന്നും ജഡബന്ധമെല്ലാം വെറും ഭ്രമമാണെന്നും വിചാരം ചെയ്തറിഞ്ഞ് നിർവാണം അനുഭവിക്കാനുള്ള വിപുലമായ ഒരു അനുസന്ധാന പ്രക്രിയ ഉൾക്കൊള്ളുന്ന 12 പദ്യങ്ങളടങ്ങിയ ഒരു മനോഹര കൃതിയാണ് നിർവാണ മഞ്ജരി. ഈ കൃതി ഉള്ളിൻ്റെ ഉള്ളിൽ സദാ ആലാപനം ചെയ്തുകൊണ്ട് കർമ്മരംഗത്ത് വർത്തിക്കുന്ന ഒരാൾക്ക് അചിരേണ നിർവാണസുഖം അനുഭവഗോചരമാകുന്നതാണ്. 1-ാം പദ്യം. അഹം നാമരോ നൈവ മർത്യോ ന ദൈത്യോ ന ഗന്ധർവയക്ഷഃ പിശാച പ്രഭേദഃ പുമാൻ നൈവ ന സ്ത്രീ തഥാ നൈവ ഷണ്ഡഃ പ്രകൃഷ്ടഃ പ്രകാശസ്വരൂപഃ ശിവോഹം. അഹം ന അമരഃ, ഞാൻ ദേവനല്ല. ന ഏവ മർത്യഃ, മനുഷ്യനുമല്ല തന്നെ. ന ദൈത്യഃ, അസുരനല്ല. ന ഗന്ധർവയക്ഷഃ, ഗന്ധർവനോ യക്ഷനോ അല്ല. പിശാച പ്രഭേദഃ ന, പിശാചവർഗത്തിൽപ്പെട്ടവനുമല്ല. ന ഏവ പുമാൻ, പുരുഷനല്ല തന്നെ. ന സ്ത്രീ, സ്ത്രീയല്ല. തഥാ ന ഏവ ഷണ്ഡഃ, അതുപോലെ നപുംസകവും അല്ല തന്നെ. പ്രകൃഷ്ടഃ പ്രകാശസ്വരൂപഃ, വ്യക്തമായി തെളിയുന്നവനും സ്വയമുണ്ടെന്ന് അനുഭവിച്ച് വിളങ്ങുന്നവനുമായ ശിവഃ അഹം, ബോധാത്മാവാണ് ഞാൻ. ഞാൻ ദേവനല്ല, മനുഷ്യനുമല്ല തന്നെ. അസുരനല്ല, ഗന്ധർവനോ യക്ഷനോ അല്ല. പിശാചവർഗത്തിൽപ്പെട്ടവനുമല്ല. പുരുഷനല്ല തന്നെ, സ്ത്രീയല്ല. അതുപോലെ നപുംസകവും അല്ല തന്നെ. വ്യക്തമായി തെളിയുന്നവനും സ്വയമുണ്ടെന്ന് അനുഭവിച്ച് വിളങ്ങുന്നവനുമായ ബോധാത്മാവാണ് ഞാൻ. ശിവോഹം, ബോധാത്മാവാണ് ഞാൻ. സർവത്ര അഖണ്ഡവും നിശ്ചലവുമായി വിളങ്ങുന്ന സത്യവസ്തുവാണ് ആത്മാവ്. ബോധമാണ് ആത്മാവിൻ്റെ സ്വരൂപം. ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് തോന്നാൻ ഇടവരുന്ന ആദ്യ സങ്കല്പങ്ങളാണ് എല്ലാ ജീവികളിലും ഞാനുണ്ട് എന്ന അനുഭവത്തോടെ പ്രകാശിക്കുന്ന ജീവൻ. ഇതെങ്ങനെ അറിയാം? ജീവബോധം ഏതു ശരീരത്തിലായാലും രാഗദ്വേഷങ്ങൾ ഉപേക്ഷിച്ച് പിൻതിരിയുമെങ്കിൽ അഖണ്ഡാനന്ദബോധത്തിൽ ലയിക്കും. അങ്ങനെ അറിയാം. അപ്പോൾ പിന്നെ മനുഷ്യൻ, ദേവൻ, മൃഗം തുടങ്ങിയ ഭേദങ്ങൾ വന്നു ചേരുന്നതെങ്ങനെ? ബോധം ജഡദേഹങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കി താൻ അതാണെന്ന് ഭ്രമിക്കുന്നു. അങ്ങനെയാണ് ഭേദഭ്രമങ്ങൾ വന്നു ചേരുന്നത്. ജഡങ്ങളെല്ലാം ബോധം സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭ്രമദൃശ്യങ്ങളാണ്. സ്വയമുണ്ടെന്ന് അനുഭവമില്ലാത്ത ജഡങ്ങൾ ഉള്ളവയായി തീരുന്നത് പോലും ബോധത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രം. ഇനിയും ബോധം സങ്കല്പങ്ങളെല്ലാം ഉപേക്ഷിക്കുമെങ്കിൽ സ്വശരീരം ഉൾപ്പെടെയുള്ള ജഡദൃശ്യങ്ങളെല്ലാം ആനന്ദത്തിൽ, അനുഭവത്തിൽ അപ്പാടെ മറയും. അഖണ്ഡമായി ആനന്ദസ്വരൂപമായി ബാക്കി നിൽക്കുകയും ചെയ്യും. ബോധം അഖണ്ഡമായി ആനന്ദസ്വരൂപമായി ബാക്കി നിൽക്കുകയും ചെയ്യും. അതിരിക്കട്ടെ, ബോധാത്മാവിനീ
ബോധാത്മാവിന് ഈ ഭ്രമം എന്തുകൊണ്ട് വന്നു? ബോധം അനുഭവരൂപമായ തൻ്റെ സ്വരൂപം മറന്നുപോയതുകൊണ്ടാണ് ഈ ഭ്രമം വന്നു ചേർന്നത്. ഈ മറവിയാണ് അവിദ്യ അഥവാ അജ്ഞാനം. മറവിക്ക് കാരണം അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എന്നാൽ സ്വസ്വരൂപം ആവർത്തിച്ച് ഓർമ്മിച്ച് ഉറപ്പിക്കുമെങ്കിൽ മറവി മാറിക്കിട്ടും. അതോടെ താനും ഈ ജഗത്തും ആനന്ദസ്വരൂപമായ ബോധാത്മാവ് മാത്രമാണെന്ന് തെളിയുകയും ചെയ്യും. ഇതിനു വേണ്ടിയുള്ള ഉജ്ജ്വലമായ അനുസന്ധാന ക്രമമാണ് നിർവാണ മഞ്ജരി. ഞാൻ ജഡദേഹമല്ലാതിരിക്കുന്നത് പോലെ തന്നെ ദേഹത്തിൽ ആരോപിച്ച് അനുഭവിക്കുന്ന ജഡധർമ്മങ്ങളും ഒന്നും ഞാനല്ല തന്നെ. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിൽ വെളിപ്പെടുത്തുന്നത്. അഹം നൈവ ബാലോ യുവാ നൈവ വൃദ്ധോ ന വർണ്ണീ ന ച ബ്രഹ്മചാരി ഗൃഹസ്ഥഃ വനസ്ഥോപി നാഹം ന സന്യസ്തധർമ്മ ജഗജ്ജന്മനാശൈകഹേതുഃ ശിവോഹം. അഹം ബാലഃ ന ഏവ, ഞാൻ ബാലനല്ല തന്നെ. ന ഏവ യുവാ വൃദ്ധഃ, യുവാവോ വൃദ്ധനോ അല്ല തന്നെ. വർണ്ണീ ന, ബ്രാഹ്മണ ക്ഷത്രിയാദി വർണ്ണങ്ങളിലൊന്നും പെട്ടവനല്ല ഞാൻ. ബ്രഹ്മചാരി ഗൃഹസ്ഥഃ ന ച, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ അല്ല. അഹം ന വനസ്ഥഃ, ഞാൻ വാനപ്രസ്ഥനുമല്ല. ന സന്യസ്തധർമ്മ, ഞാൻ സന്യാസിയുമല്ല. അഹം ജഗജ്ജന്മനാശൈകഹേതുഃ ശിവഃ, ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഒരേ ഒരു കാരണമായി വർത്തിക്കുന്ന ബോധാത്മാവാണ്. ഞാൻ ബാലനല്ല, യുവാവോ വൃദ്ധനോ അല്ല, ബ്രാഹ്മണ ക്ഷത്രിയാദി വർണ്ണങ്ങളിലൊന്നും പെട്ടവനല്ല, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ അല്ല, ഞാൻ വാനപ്രസ്ഥനുമല്ല, ഞാൻ സന്യാസിയുമല്ല. ഞാൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഒരേ ഒരു കാരണമായി വർത്തിക്കുന്ന ബോധാത്മാവാണ്. ശിവോഹം, ഞാൻ ബോധാത്മാവാണ്. ആരാണ് ഈ ബോധാത്മാവ്? ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്ക് ഒരേ ഒരു കാരണമായി വർത്തിക്കുന്ന ബോധസത്യം, അതായത് ജഗത്തിൻ്റെ പരമകാരണം. ജഗത്തിൻ്റെ പരമകാരണം ബോധമാണെന്ന് എങ്ങനെ അറിയാം? അല്പം ഒന്ന് ആലോചിക്കുമെങ്കിൽ അറിയാം. ജഗത്ത് ഒരനുഭവമല്ലേ? അനുഭവമില്ലാത്തിടത്ത് ജഗത്ത് കാണുകയില്ലല്ലോ. അനുഭവം ബോധത്തിൻ്റെ മാത്രം സ്വരൂപമാണ്. ജഗത്തിന് അനുഭവമില്ല. ഇതൊരു കൊച്ചുകുട്ടിക്ക് പോലും ആലോചിച്ചാൽ തെളിയുമല്ലോ. സൃഷ്ടിയുണ്ടെന്ന് അനുഭവിച്ചെങ്കിലല്ലേ സൃഷ്ടി ഉണ്ടായിരിക്കൂ. സൃഷ്ടിയുണ്ടെന്ന് അനുഭവിച്ചെങ്കിലല്ലേ സൃഷ്ടി ഉണ്ടായിരിക്കൂ. അതുപോലെ സ്ഥിതിയും സംഹാരവും ഉണ്ട് എന്ന അനുഭവത്തെ മാറ്റി നിർത്തിയിട്ട് ഒന്നിനുമുള്ളതായിത്തീരാൻ സാധ്യമല്ല. സ്വയമുണ്ടെന്ന അനുഭവമുള്ള വസ്തുവിന് മാത്രമേ മറ്റെന്തും ഉള്ളതായിത്തീരൂ. ഒരിക്കൽ കൂടി വായിക്കാം. സ്വയമുണ്ടെന്ന അനുഭവമുള്ള വസ്തുവിന് മാത്രമേ മറ്റെന്തും ഉള്ളതായിത്തീരൂ. സ്വയമുണ്ടെന്ന അനുഭവമുള്ള ഒരേ ഒരു വസ്തു ബോധം മാത്രം. അതുകൊണ്ട് തന്നെ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾക്കെല്ലാം ഒരേ ഒരു കാരണം ബോധം. ബോധം സങ്കല്പിച്ചുണ്ടാക്കുന്ന ഒരു ഭ്രമമാണ് ജഗത്ത്. അതെങ്ങനെ അറിയാം? ബോധം, സങ്കല്പം, ജഗത്ത്, ഇതാണ് അനുഭവക്രമം. ബോധം, സങ്കല്പം, ജഗത്ത്, ഇതാണ് അനുഭവക്രമം. സങ്കല്പം പോയാൽ ജഗത്ത് പോയി, ബോധം ശുദ്ധമായി അവശേഷിക്കും. ഇതാർക്കു വേണോ പരിശോധിച്ച് നോക്കാവുന്നതേയുള്ളൂ. ജഡജഗത്ത് മുഴുവൻ ഇങ്ങനെ ബോധത്തിൻ്റെ സങ്കല്പഭ്രമമാണെങ്കിൽ വ്യക്തിദേഹങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ.
അപ്പോൾ പിന്നെ ദേഹത്തെ ആസ്പദമാക്കുന്ന ദേഹധർമ്മങ്ങളായ അവസ്ഥാഭേദങ്ങളും വർണ്ണാശ്രമഭേദങ്ങളും വെറുതെ സങ്കല്പിച്ചുണ്ടാക്കുന്ന ഭ്രമങ്ങളാണെന്ന് തീർച്ച. അത്തരം ഭ്രമങ്ങളെ ഒഴിച്ചുമാറ്റി ആനന്ദസ്വരൂപമായ ആത്മാവിനെ അനുഭവിക്കാനുള്ള അനുസന്ധാനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആത്മാവിൻ്റെ സ്വരൂപാനുഭവം മറമാറ്റി സ്വയം അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ വിഷയങ്ങളെ അനുഭവിക്കുന്നത് പോലെ മാറി നിന്ന് കണ്ടെത്താവുന്നതല്ല. ആത്മാവിൻ്റെ സ്വരൂപാനുഭവം മറമാറ്റി സ്വയം അനുഭവിക്കേണ്ടതാണ്. അല്ലാതെ വിഷയങ്ങളെ അനുഭവിക്കുന്നത് പോലെ മാറി നിന്ന് കണ്ടെത്താവുന്നതല്ല. ഇക്കാര്യമാണ് മൂന്നാം പദ്യം പ്രതിപാദിക്കുന്നത്. അഹം നൈവമേയസ്ഥിരോ ഭൂതമായസ്തഥൈവേഷിതും മാം പൃഥങ് നാസ്ത്യുപായഃ സമാശ്ലിഷ്ടകായത്രയോപ്യദ്വതീയഃ സദാതീന്ദ്രിയഃ സർവരൂപഃ ശിവോഹം. അഹം നേയഃ ന ഏവ. ഞാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി അളന്നു കുറിച്ചു കണ്ടെത്താവുന്ന വസ്തുവല്ല. തിരോഭൂതമായ മായ എൻ്റെ പൂർണ്ണരൂപത്തെ മറച്ചിരിക്കുകയാണ്. തഥാ മാം പൃഥക് ഈക്ഷിതും. അതുകൊണ്ട് അപ്രകാരം പൂർണ്ണമായി വേർതിരിച്ചെന്നെ കാണാൻ ഉപായഃ നാസ്തി. ഉപായമൊന്നുമില്ല. സമാശ്ലിഷ്ടകായത്രയഃ അഭി. 3 ശരീരങ്ങൾ എന്നെ മറച്ചു നിർത്തി പലതാക്കി കാണിക്കുന്നുണ്ടെങ്കിലും അദ്വിതീയഃ, ഞാൻ ഒന്നേയുള്ളൂ. അദ്വിതീയഃ, ഞാൻ ഒന്നേയുള്ളൂ. സദാ അതീന്ദ്രിയഃ, ഒരിക്കലും ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് ശുദ്ധരൂപത്തിൽ വിഷയമല്ല. സർവരൂപഃ, എന്നാൽ എല്ലാമായി കാണപ്പെടുന്നത് ഞാൻ തന്നെയാണ്. അഹം ശിവഃ, ഞാൻ ബോധാത്മാവാണ്. ഞാൻ ഇന്ദ്രിയങ്ങളിൽ കൂടി അളന്നു കുറിച്ചു കണ്ടെത്താവുന്ന വസ്തുവല്ല. മായ എൻ്റെ പൂർണ്ണരൂപത്തെ മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപ്രകാരം പൂർണ്ണമായി വേർതിരിച്ചെന്നെ കാണാൻ ഉപായമൊന്നുമില്ല. 3 ശരീരങ്ങൾ എന്നെ മറച്ചു നിർത്തി പലതാക്കി കാണിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒന്നേയുള്ളൂ. ഒരിക്കലും ഞാൻ ഇന്ദ്രിയങ്ങൾക്ക് ശുദ്ധരൂപത്തിൽ വിഷയമല്ല. എന്നാൽ എല്ലാമായി കാണപ്പെടുന്നത് ഞാൻ തന്നെ. ഞാൻ ബോധാത്മാവാണ്. ശിവോഹം, ഞാൻ ബോധാത്മാവാണ്. എല്ലാമായി കാണപ്പെടുന്നത് ഞാൻ തന്നെ. എന്തുകൊണ്ട്? ബോധം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായതുകൊണ്ട്. പരമകാരണം കണ്ടെത്തിയാൽ അതല്ലാതെ പിന്നെ പുതുതായി മറ്റൊന്നും ഉണ്ടായിരിക്കാൻ സാധ്യമല്ല. പരമകാരണമായ ബോധം ശുദ്ധരൂപത്തിൽ വിഷയമല്ലെന്ന് തീർച്ചയാണല്ലോ. പരമകാരണമായ ബോധം ശുദ്ധരൂപത്തിൽ വിഷയമല്ലെന്ന് തീർച്ചയാണല്ലോ. ശുദ്ധമായ ബോധത്തെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. ബോധത്തെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നിങ്ങനെ പലതാക്കി മാറ്റിയാലേ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ. ബോധത്തെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്നിങ്ങനെ പലതാക്കി മാറ്റിയാലേ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റൂ. അക്കാരണത്താൽ തന്നെ അതിനെ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. ബോധാത്മാവിനെ സംസാരഗതിയിൽ അകപ്പെടുത്തുന്നത് 3 ശരീരങ്ങളാണ്. സ്ഥൂലശരീരം, സൂക്ഷ്മശരീരം, കാരണശരീരം എന്നിവ. ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങൾ വഴി ബാഹ്യവിഷയങ്ങളെ അനുഭവിച്ച് സുഖദുഃഖങ്ങളിൽ ഏർപ്പെടുന്ന ശരീരമാണ് സ്ഥൂലശരീരം. സ്ഥൂലശരീരം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. സ്വപ്നപ്രപഞ്ചത്തെ ഉണ്ടാക്കി അനുഭവിപ്പിക്കുന്ന ശരീരമാണ് സൂക്ഷ്മശരീരം. സൂക്ഷ്മശരീരം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സ്വപ്നാവസ്ഥ. ഗാഠനിദ്രയെ ഉണ്ടാക്കുന്ന ശരീരമാണ് കാരണശരീരം. കാരണശരീരം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് സുഷുപ്ത്യവസ്ഥ. ഈ 3 ശരീരങ്ങളും മാറി മാറി അനുഭവാവസ്ഥകളെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അനുഭവിച്ചയാൾ ഏകനായ ഞാൻ തന്നെയാണെന്നാണ് എല്ലാവരുടെയും അനുഭവം. അതുകൊണ്ട് ഞാൻ
അദ്വിതീയനാണ്, അതായത് രണ്ടില്ലാത്തവനാണ്. കാഴ്ചക്കാരൻ എവിടെയും ഞാൻ മാത്രമായതുകൊണ്ട് എന്നെ മാറി നിന്ന് കാണാൻ കരുത്തുറ്റ മറ്റാരും ഇല്ല തന്നെ. അങ്ങനെ എന്നെ കാണാൻ സ്വയം എനിക്ക് മാത്രമേ പറ്റൂ. ഞാനുണ്ട് എന്നിങ്ങനെ ഞാൻ എന്നെ സദാ കാണുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും എൻ്റെ പൂർണ്ണരൂപം മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതെങ്ങനെ അറിയാം? തത്കാലം ഞാൻ ഒരു പ്രത്യേക ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്നവനാണെന്നാണല്ലോ എല്ലാവരുടെയും തോന്നൽ. എന്നാൽ രാഗദ്വേഷ മറ മാറ്റാമെങ്കിൽ പ്രത്യേക ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഞാൻ തന്നെ ലോകമെങ്ങും അകവും പുറവും നിറഞ്ഞു തിങ്ങുന്ന ആനന്ദരൂപമായ അഖണ്ഡ നിശ്ചല ബോധമാണെന്ന് തെളിയും. തൽക്കാലം ഞാൻ ഒരു പ്രത്യേക ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്നവനാണെന്നാണല്ലോ എല്ലാവരുടെയും തോന്നൽ. എന്നാൽ രാഗദ്വേഷ മറ മാറ്റാമെങ്കിൽ പ്രത്യേക ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഞാൻ തന്നെ ലോകമെങ്ങും അകവും പുറവും നിറഞ്ഞു തിങ്ങുന്ന ആനന്ദരൂപമായ അഖണ്ഡ നിശ്ചല ബോധമാണെന്ന് തെളിയും. അങ്ങനെ അതീന്ദ്രിയനായ ബോധാത്മാവാണ് ജഗത്തിൽ എല്ലാമായി കാണപ്പെടുന്നതെന്ന് അനുഭവിക്കാറാകും. കർമ്മം ചെയ്യുക, കർമ്മഫലം അനുഭവിക്കുക എന്നീ കർത്തൃത്വവും ഭോക്തൃത്വവും മനസ്സുമായുള്ള ബന്ധം കൊണ്ട് ആത്മാവിനുണ്ടെന്ന് തോന്നുന്ന ഭ്രമങ്ങളാണ്. കർമ്മം ചെയ്യുക, കർമ്മഫലം അനുഭവിക്കുക എന്നീ കർത്തൃത്വവും ഭോക്തൃത്വവും മനസ്സുമായുള്ള ബന്ധം കൊണ്ട് ആത്മാവിനുണ്ടെന്ന് തോന്നുന്ന ഭ്രമങ്ങളാണ്. വാസ്തവത്തിൽ ആത്മാവ് ഒരു ദീപമെന്ന പോലെ മനോവൃത്തികളെ സാക്ഷിയായി നിന്ന് പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സു മാറിയാൽ ആ സാക്ഷിത്വം പോലും ആത്മാവിൽ നിന്നും അകന്നു പോകുന്നതാണ്. ആത്മാവിൽ നിന്നും അകന്നു പോകുന്നതാണ്. ഇക്കാര്യമാണ് 4-ാം പദ്യത്തിലെ പ്രതിപാദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.